ഫ്രണ്ട്സ്, ടെക്കാച്ചറിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീട്ടിലെ പഴയ ക്ലോക്ക് റീസ്റ്റോർ ചെയ്തൊരു പുതിയ ക്ലോക്ക്, അതായത് ഇങ്ങനൊരു അടിപൊളി ക്ലോക്കാക്കി എങ്ങനെ മാറ്റാമെന്നാണ് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ മേക്കിങ്ങിലോട്ട് പോയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യമായി വേണ്ടത് ഇതേപോലൊരു കാർഡ്ബോർഡ് പീസാണ്. നമ്മുടെ കേക്കിൻ്റെയൊക്കെ അടിയിൽ വരുന്ന പ്ലാറ്റ്ഫോമാണിത്. ഇതേപോലൊരു ഡിജിറ്റ്സ് നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് ചെയ്യുന്ന ഷോപ്പിൽ കിട്ടുന്നതാണ്. 10 രൂപയാണ് ഒരു ഡിജിറ്റിന് വില വരുന്നത്. ഇതേപോലെ ഡിജിറ്റ്സ് നമുക്ക് വേണം. അതിനുശേഷം നമുക്ക് ആ ക്ലോക്കിൻ്റെ മെഷീൻ, ഇതാണ് ക്ലോക്കിലിരിക്കുന്ന മെഷീൻ. നമുക്കപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ബാറ്ററി ഇട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഓടുന്നൊരു മെഷീനാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യമായി നമുക്കതിൻ്റെ നീഡിലൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. സൂക്ഷിച്ച് തന്നെ ചെയ്യണം, നീഡിൽ ഒടിഞ്ഞു പോകാതെ സൂക്ഷ്മതയോടെ തന്നെ അത് ഇളക്കി മാറ്റണം. 3 നീഡിലും ഇതേപോലെ ഇളക്കി മാറ്റുക. അതിനുശേഷം നമുക്ക് ഈ കാർഡ്ബോർഡിനെ ഒന്ന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 22 സെൻറ്റിമീറ്ററാണ് നീളം വരുന്നത്. അപ്പോൾ 11 സെൻറ്റിമീറ്റർ വെച്ച് നമുക്ക് ഈ കാർഡ്ബോർഡിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് നമ്മൾ ആ വരച്ച വരയിലൂടെ ഇതേപോലെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ വരകൾ കൂട്ടിവിടുന്ന ഭാഗമാണ് സെൻറ്റർ. അവിടെ നമുക്ക് ആ മെഷീൻ കറക്റ്റായി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനെ നമുക്ക് ആ മെഷീൻ്റെ ആ പോയിൻ്റ് കറക്റ്റായി ആ സെൻറ്ററിൽ വരണം. പിന്നെ മെഷീനിൽ ഇതേപോലെ ഒരു സ്ക്രൂ കാണും, അത് നമുക്ക് ഊരി മാറ്റാം. സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് നമുക്ക് ആ ഹോൾ ഇടാം. അപ്പോൾ ഇതേപോലെ ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് ആ ഹോളൊന്ന് ഇതേപോലെ വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ആ മെഷീൻ കറക്റ്റായ പൊസിഷനിൽ ആ ഹോളിൽ കയറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അയച്ചു വെച്ചിരിക്കുന്ന ആ നട്ട് ഇട്ട് നന്നായി തന്നെ അത് മുറുക്കി വെക്കാം. നന്നായിട്ട് ടൈറ്റാക്കി വെക്കുക. ആ മെഷീൻ ഒരു കാരണവശാലും അനങ്ങരുത്. അടുത്ത നമുക്ക് ആ ഡിജിറ്റ്സ് ഒന്ന് നമ്മുടെ ആ കാർഡ്ബോർഡിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ക്ലോക്കിൽ വരുന്ന അതേ പൊസിഷനിൽ തന്നെ ഈ ഡിജിറ്റ്സ് ഒന്ന് നമ്മുടെ 4 മൂലയ്ക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ബാക്കിൽ പശ വരുന്ന ഡിജിറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടിച്ച് വെക്കാൻ എളുപ്പമാണ്. വേറെ ഗ്ലൂ ഒന്നും നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കറക്റ്റായി തന്നെ വൃത്തിയായിട്ട് ആ ഡിജിറ്റ്സ് ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മുടെ ഈ ക്ലോക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ സ്ക്വയർ ഷേപ്പിൽ അത് ഉണ്ടാക്കിയത്. അപ്പോൾ നന്നായി തന്നെ അത് ഒട്ടിച്ചെടുക്കുക. അടുത്ത നമുക്ക് ആ സൂചി ഒന്ന് നമ്മുടെ ആ മെഷീനിൽ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ മെഷീൻ ഒന്ന് കറക്റ്റായി ഒട്ടിച്ച് വെക്കണം. ഇതേപോലെ മേളിലും താഴെയും പശ ഉപയോഗിച്ച് നമുക്കൊന്ന് കറക്റ്റായി ഒട്ടിച്ച് വെക്കാം. അവസാനത്തെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഡിജിറ്റ്സിൻ്റെ മേളിലെ ആ ലാസ്റ്റിലെ കോട്ടിംഗ് പേപ്പർ ഒന്ന് അഴിച്ചു മാറണം. എന്നാൽ മാത്രമേ ആ ഡിജിറ്റ്സിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള ഡിജിറ്റ്സ് ആണ്. നമുക്കിനി ഈ ക്ലോക്ക് ഹാങ് ചെയ്യാനുള്ള ഹാങ്ങർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പെടുത്ത് നമുക്ക് ആ ക്ലോക്കിൻ്റെ മേളിൽ ഒട്ടിച്ച് വെക്കാം. ഇതേപോലെ ഗ്ലൂ ഗണ്ണോ ഏത് പശ വെച്ച് യൂസ് ചെയ്ത് നമുക്കത് ഒട്ടിച്ച് വെക്കാം. വിട്ടുപോകരുത്, ഒരു കാരണവശാലും വിട്ടുപോകാൻ ചാൻസ് ഉണ്ടാവരുത്. അതിനുശേഷം സോൾഡറിങ് ഗൺ യൂസ് ചെയ്ത് നമ്മുടെ ക്ലോക്കുകളിൽ കാണുന്ന പോലെ നമുക്ക് ആ ഹോളൊന്ന് ഇതേപോലെ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ക്ലോക്കിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിലൂടെ ഉണ്ടാക്കിയ ക്ലോക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ടെക്കാച്ചർ എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ കാണുന്നവരെ